സാർ സാർ അത് സാർ സാർ ശരി സാർ. എല്ലാ സാറന്മാരുടെ വായിരിക്കണ തെറിയും ഞാൻ തന്നെ കേൾക്കണം. എന്തോരം രാജ്യങ്ങളുണ്ട്, വേറെ എവിടെയെങ്കിലും ജോലി നോക്കിയാൽ മതിയായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഒന്ന് ജനിച്ചല്ലോ. എൻ്റെ ഈശ്വര. ഉണ്ണി ഉണ്ണി സാർ അതെ അതെ, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് ഉണ്ട്. ഇവിടെ ഹിയറിങ്ങിന് ആരെങ്കിലും ഉണ്ടോ? സാർ ഹിയറിങ്ങിന് 2 പേര് പുറത്തുണ്ട്. അവരെ വിളിക്കും. ശരി സാർ. നമസ്കാരം സാർ. ഇതിൽ ആരാ സത്യശീലൻ? സത്യശീലൻ എന്ന് പേരുള്ള ആളാരാ? സത്യശീലൻ ഞാനാണ് സാർ. അപ്പോൾ ശ്യാമള? അത് ഞാനാണ്. എന്താ കുട്ടിയുടെ പേര്? ചിരഞ്ജീവി. നിങ്ങളുടെ? ചിരഞ്ജീവി. TC കൊടുക്കരുത് എന്ന് പരാതി കൊടുത്തയാളാരാണ്? സത്യശീലനാണ്. അതാരാ? ഞാനാണ്. TC വേണമെന്ന് അപേക്ഷ കൊടുത്തയാള്? ഞാനാണ് സാറേ. അപ്പോൾ TCയുടെ പേരിലുള്ള അവകാശ തർക്കം. കുട്ടിക്ക് എവിടെയാ അഡ്മിഷൻ കിട്ടിയത്? പോളിടെക്നിക്കലില്. എവിടെ? പോളിടെക്നിക്കിലാണ് സാർ. അതെ അതെ, എവിടെ? ആലപ്പുഴ. ആലപ്പുഴ. ഏതാ ട്രേഡ്? അതൊന്നുമില്ല. എന്താ അതൊന്നുമില്ല? അറിയില്ലൊക്കെ പറയരുത്. മെക്കാനിക്കലാണ് സാർ. ഈ കുട്ടിയെ TC കൊടുക്കരുത് നിങ്ങൾ നിർബന്ധം പിടിക്കാൻ കാരണം? സാറേ, ഞാനാണ് അവനെ ചെറുപ്പം മുതൽ ഇതുവരെ വളർത്തി വലുതാക്കിയത്. അവനെ സ്കൂളിൽ ചേർത്തത് ഞാൻ. 4ാം ക്ലാസ്സിൽ അവൻ പാസ്സായി കഴിഞ്ഞപ്പോൾ 5ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർത്തത് ഞാൻ. അവൻ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ വാങ്ങി പാസ്സായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ 3 ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത് ഞാൻ. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് അടുത്ത വീട്ടിലുള്ള ആള് ഡ്രസ്സ് വാങ്ങി കൊടുക്കണമെന്നാണോ പറയുന്നത്? അല്ല, ഞാൻ തന്നെ വാങ്ങി കൊടുക്കണം. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവനെ സംരക്ഷിക്കുന്നത് ഞാൻ. ഈ സംരക്ഷണമൊക്കെ ഒരാഴ്ച ഉണ്ടാവുള്ളൂ സാറേ. കുട്ടിക്ക് TC കൊടുക്കരുതെന്ന് പിതാവും വേണമെന്ന് മാതാവും തമ്മിൽ തർക്കമായാൽ അതിനെതിരെ സർക്കാർ ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതറിയാവോ? എനിക്കറിയില്ല. എനിക്കറിയില്ല സാർ. അറിയില്ല. കുട്ടി ആരുടെ സംരക്ഷണയിലാണോ ആ ആൾ ഒപ്പിട്ടാൽ TC കൊടുക്കാം. കുട്ടി ഇത്രയും നാളും എന്റെ സംരക്ഷണയിലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ സംരക്ഷണത്തിലാണ്. ഇതൊക്കെ ഒരാഴ്ചക്കുള്ള സംരക്ഷണം ഉണ്ട് സാറേ. ഈ ഒരാഴ്ചത്തെ സംരക്ഷണത്തിന് നിയമസാധുതയില്ല. അതാണ്. പിന്നെ നിങ്ങളുടെ ഈ വഴക്ക് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ഞാൻ കൊടുത്തിട്ടില്ല സാറേ. ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ സാമുദായിക സംഘടനയിൽ രേഖാമൂലം കത്ത് വല്ലതും കൊടുത്തോ? എന്തിന്? അല്ല, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നത്തിന്റെ പേരിലാ വഴക്ക്? സാറേ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാലയത്, പണിക്ക് പോയി ഉണ്ടാക്കിയത്, അത് ഇടാൻ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. ഇനി കൊടുക്കയില്ല. അതാണ് നിങ്ങളുടെ വഴക്കിന്റെ കാരണം. എന്നിട്ട് പിണങ്ങി പോയേക്ക്. അങ്ങനെ പിണങ്ങി പോയതാ അല്ലേ? ഒരാഴ്ചയായി. ഇങ്ങനെ തർക്കം നിൽക്കുന്ന കേസുകൾ ഒത്തുതീർപ്പാക്കാനായിട്ട് സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. 37/260/G1 2015/G1 EDN. ഇത് പ്രകാരം നിങ്ങളുടെ കേസ് കോടതിയിൽ ഫയൽ ചെയ്യണം. കോടതി വിധി പ്രകാരം കുട്ടി ആരോടൊപ്പമാണോ നിൽക്കുന്നത് അവർക്കാണ് TCക്കും ബാക്കിയുള്ള എല്ലാ അവകാശങ്ങൾക്കും സാധ്യതയുള്ളത്. കോടതി വേണ്ട സാറേ. കോടതിയിലേക്ക് പോവാതെ എങ്ങനെ കേസ് പിരിയുന്നത്? നിങ്ങൾക്ക് രണ്ടാവണ്ടേ? അയ്യോ, അത് വേണ്ട സാറേ. പിരിയണമെന്നൊന്നുമില്ല. പിരിയണ്ട? വേണ്ട. നിങ്ങൾക്ക് പിരിയണ്ട? നിങ്ങൾക്ക് പരാതിയൊന്നുമില്ല? പിരിയണ്ട. വെറുതെ പിണങ്ങി ഇങ്ങനെ ഇരുന്നാൽ മതി അല്ലേ? നിങ്ങളുടെ കുട്ടിക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ അഡ്മിഷൻ കിട്ടിയത്? അതെ സാറേ. അവൻ എല്ലാ വിഷയത്തിലും A+ ആണ്. അവൻ നന്നായിട്ട് പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ അവന് ജോലി കിട്ടും, ഉറപ്പ്. കർണം പൊട്ടിക്കാണ് വേണ്ടത്. നിസ്സാര ഒരു മാലയുടെ പേരിൽ ആ കുട്ടിയുടെ ജീവിതമായിട്ട് നീയൊക്കെ പങ്ക് കളിക്കാം. നിങ്ങൾക്കറിയാവോ, ഓരോ രക്ഷകർത്താക്കൾ ലക്ഷങ്ങൾ ചെലവാക്കി സ്കൂളിന്റെയും കോളേജിന്റെയും വാതിക്കൽ കാവൽ നിൽക്കുകയാണ് മക്കളെ അഡ്മിഷന് വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഒരു മാലയുടെ പേര് പറഞ്ഞോ? നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളെ കുട്ടികൾ കേൾക്കാൻ വേണ്ടിയാണോ സർക്കാർ എനിക്ക് ശമ്പളം തന്നു ഇവിടെ ഇരുത്തിക്കണമെന്ന്? എനിക്ക് 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. നിങ്ങളുടെ കേസ് കോടതിയിൽ തന്നെ അവസാനിക്കും. വേണ്ട സാറേ, വേണ്ട. എനിക്ക് പരാതിയില്ല സാറേ. ഞാൻ എൻ്റെ പരാതി പിൻവലിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് വരുന്നത്. അല്ല, ആ കുട്ടി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതെന്ന് മാമൻ വേണ്ട. നിങ്ങൾ ഒരുമിക്കണം. വേണ്ട സാറേ. വേണ്ട. എഴുതണ്ട. ഞങ്ങൾക്ക് പരാതിയില്ല.